അതൊരു തണുത്ത രാത്രിയായിരുന്നു. അവാച്യമായൊരു നിശബ്ദത ഭൂമിയെ ചൂഴ്ന്നു നിന്നു. നിലാവിൻ്റെ കുളിർമഴ പൊഴിയുന്നുണ്ട്. വാനിൽ അവിടെവിടെയായി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. പെട്ടെന്ന് അവയ്ക്കിടയിൽ അസാമാന്യ പ്രഭയുള്ള ഒരു വെള്ളി നക്ഷത്രം ഉദിക്കുകയായി. ആ ദിവ്യപ്രഭയിൽ മറ്റു നക്ഷത്രങ്ങളുടെ പ്രഭ മങ്ങുന്നത് പോലെ ലോകത്തിന്റെ പല കോണിൽ നിന്നും ആകാശത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ജ്യോതിശാസ്ത്രജ്ഞർ പലരും ഈ താരോദയം ശ്രദ്ധിച്ചു. അവരിൽ ചിലർക്ക് ആ നക്ഷത്രം എന്തോ ദിവ്യ സന്ദേശം ലോകത്തിന് നൽകുന്നതായി തോന്നി. എന്തോ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അത് ഒരു ദിവ്യ ശിശുവിന്റെ ജന്മമായി അവർ തിരിച്ചറിഞ്ഞു. ആരാണവൻ? ഒരു രാജകുമാരനാണോ? അത്ഭുത സിദ്ധികളുള്ള അസാമാന്യനായ ഒരു ശിശു. ഏത് രാജകൊട്ടാരത്തിലാണ് അവൻ പിറന്നത്? അനുഗ്രഹീതയായ ഏത് മാതാവിന്റെ കരങ്ങളിലാണ് അവൻ കുഞ്ഞിക്കാലുകൾ ഇളക്കി കളിക്കുന്നത്? വാത്സല്യവും അഭിമാനവും നിറഞ്ഞ പുഞ്ചിരിയോടെ ഏത് പിതാവാണ് അവനെ വീക്ഷിക്കുന്നത്? അവൻ ആരായിത്തീരും? ഈ കുഞ്ഞിനെ തേടി യാത്രയാവാൻ അവർ 3 പേർ ഒത്തുചേർന്നു. അവരോടൊപ്പം യാത്ര ചെയ്യാൻ കൊതിച്ച് 4ാമത് ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തോടൊപ്പം നമുക്കും ഈ യാത്രയിൽ പങ്കുചേരാം. ഈ വഴിയോര കാഴ്ചകളിലേക്ക്, തീക്ഷ്ണമായ അനുഭവങ്ങളുടെ വേനൽ ചൂടിലേക്ക് നമുക്കും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാം. ഇത് ആർത്തബാൻ, ദിവ്യശിശുവിനെ തേടിയിറങ്ങിയ 4ാമത്തെ വിദ്വാൻ. മാനത്തെ താരോദയം ഹൃത്തടത്തിൽ മറ്റൊരു സൂര്യോദയമായി മാറിയപ്പോൾ ആ ദിവ്യരക്ഷകനെ കണ്ടു വന്ദിക്കാനും ആ പൊൻപാദങ്ങളിൽ അമൂല്യ സമ്മാനങ്ങൾ അർപ്പിക്കാനുമുള്ള അടങ്ങാത്ത ആഗ്രഹം ഉള്ളിലുദിച്ചപ്പോൾ കൂട്ടുകാർ 3 പേരോടൊപ്പം താനും യാത്ര തുടങ്ങുകയായി. ഈ യാത്ര അദ്ദേഹത്തെ എവിടെ എത്തിക്കുമെന്നറിയില്ല. പക്ഷേ താൻ തന്റെ രക്ഷകനെ കണ്ടെത്തും, അത് തീർച്ച. പുലരും മുൻപ് യാത്ര തിരിച്ച ആർത്തബാൻ തന്റെ കൂട്ടുകാരോട് ഒത്തുചേരാൻ അതിവേഗം പോവുകയാണ്. അതിനിടയിലും വഴിയിൽ ചില തടസ്സങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. കരുണ നിറഞ്ഞ മനസ്സിന്റെ ഉടമയാണ് ആർത്തബാൻ. തന്റെ സഹായം തേടുന്നവരെ ഒഴിഞ്ഞു പോകുവാൻ അദ്ദേഹത്തിനാവില്ല. പക്ഷേ തന്റെ ലക്ഷ്യം, അതാണ് അദ്ദേഹത്തിന് പ്രധാനം. എന്തു വന്നാലും താൻ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും, എത്ര താമസം നേരിട്ടാലും. രക്ഷിക്കണേ, രക്ഷിക്കണേ. സുഹൃത്തേ, എഴുന്നേൽക്കുക. വരൂ, നമുക്കടുത്തുള്ള സത്രത്തിലേക്ക് പോകാം. ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? എന്തു വേണം? കിഴക്ക് നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. യാത്രാമധ്യേ വഴിയരികിൽ തളർന്നു കിടക്കുന്ന ഈ മനുഷ്യനെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സിനുവദിക്കുന്നില്ല. ജെറുസലേമിൽ വിശേഷിച്ച്? ജെറുസലേമിൽ രക്ഷകൻ പിറന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അവനെ കാണാനുള്ള യാത്രയാണിത്. ആഹാ, കിഴക്ക് നിന്നുള്ള ആ ജ്ഞാനികളിൽപ്പെട്ട ആളാണോ നിങ്ങളും? നീ വൈകിയത് ഈ വൃദ്ധന് വേണ്ടിയായിരുന്നു. യാഹുവേ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവർ നിനക്കായി ഒരു സന്ദേശം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. നിൽക്കൂ. സുഹൃത്തേ, ഇനിയും താങ്കളെ കാത്ത് ഇവിടെ കഴിയാനാവില്ല. ഞങ്ങൾ പുറപ്പെടുന്നു. മരുഭൂമിയിലൂടെ ഞങ്ങളെ പിന്തുടരുക. എന്നാൽ ഇനി വൈകുന്നില്ല. ഞാൻ പുറപ്പെടുന്നു. ഇതാ, ഇത് വച്ചോളൂ.
ഇത് വിലയേറിയ മാണിക്കക്കല്ലല്ലേ? ഒന്ന് നിൽക്കണേ. താങ്കൾക്ക് തിരിച്ചു തരാൻ എന്റെ കൈവശം ഒന്നുമില്ല. ഒന്ന് മാത്രം, രക്ഷകൻ പിറക്കുന്നത് ബത്ലഹേമിലായിരിക്കും എന്ന് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ജെറുസലേമിലല്ല. രോഗികളോട് അനുകമ്പ കാണിക്കുന്ന അങ്ങയെ ദൈവം സുരക്ഷിതനായി ബത്ലഹേമിലെത്തിക്കട്ടെ. ഹേറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അല്ലയോ കിഴക്കിന്റെ രാജാക്കന്മാരെ, എന്താണ് മഹത്തുക്കളുടെ ആഗമനോദ്ദേശം? മടിക്കണ്ട, തിരുമൊഴി വെളിവാക്കാം. വിശ്വപ്രശസ്തനായ ഹെറോദേസ് മഹാരാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിൽ ഞങ്ങൾ മൂവരെയും അതിഥികളായി സ്വീകരിച്ച് ആദരിച്ചതിന് നന്ദി അറിയിക്കുന്നു. യൂതന്മാരുടെ രാജാവായ നസറായനായ യേശു ഭൂജാതനായി എന്നറിഞ്ഞ് ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾ. യഹൂദന്മാരുടെ രാജാവ്. ആ രാജാവ് എവിടെയാണ് ജനിച്ചതെന്നോ എപ്പോഴാണ് ജനിച്ചതെന്നോ അറിയാമോ? ഇല്ല, അതന്വേഷിച്ചു കണ്ടെത്തണം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇത്രയും ശ്രമകരമായ ഒരു ഉദ്യമത്തിന് 3 രാജാക്കന്മാർ ഇറങ്ങി തിരിച്ചതിന് ഒരു ഉദ്ദേശമുണ്ടാവുമല്ലോ. എന്താണത്? അത് ലോകരക്ഷകനെ നേരിൽ ദർശിക്കണം, കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കണം, അനുഗ്രഹം സ്വീകരിക്കണം. വേണം, അത് വേണം. വലിയ രാജാവല്ലേ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ രാജാക്കന്മാരൊക്കെ കണ്ടു തൊഴുന്നത് നല്ലതാ. നാമും അങ്ങനെ തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ശിശുവിനെ കണ്ട് വണങ്ങി തിരികെ പോകുമ്പോൾ ഇതിലേ വരണം. എന്താ, മടക്കയാത്ര മറ്റു വഴിയോ മറ്റോ ആണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ മൂവരും വരും, വിവരങ്ങളെല്ലാം നൽകും. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമുക്ക് സന്തോഷമായി. മൂവരും മടങ്ങി വരുന്നതുവരെ നാം കാത്തിരിക്കും. ശിശുവിനെ കാണാൻ നമുക്ക് അത്ര തിടുക്കമായി. എങ്കിൽ നേരം വൈകിക്കേണ്ട, യാത്രയായിക്കോളൂ. മന്ത്രി, നമ്മുടെ അതിഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ആർത്തബാൻ യാത്ര തുടർന്നു. തന്റെ സുഹൃത്തുക്കളായ 3 പേരും ഉണ്ണിയേശുവിനെയും മേരിയെയും ജോസഫിനെയും കണ്ടു മടങ്ങിയിരിക്കുന്നുവെന്ന് വഴിയിൽ വെച്ചു തന്നെ അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. പക്ഷേ ബേത്ലഹേമിലെത്തിയ ആർത്തബാനെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ഈ ദേശക്കാരനല്ലേ? 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ ഹെറോദേസ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രക്ഷിക്കണേ, എന്റെ പൊന്നുമോനെ ഒന്നും ചെയ്യരുത്. എന്റെ രക്ഷിക്കണേ, എന്റെ പൊന്നുമോനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. നിങ്ങൾ ഇവരെ ഉപദ്രവിക്കരുത്. ദയവായി നിങ്ങൾ മടങ്ങി. ആരാ നീ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ഇത് രാജാവിന്റെ കൽപ്പനയാണോ? ഇത് വെച്ചോ. ഓ, വിലയേറിയ ഇന്ദ്രനീലം. യാഹവേ, അപ്പോ എന്റെ രക്ഷകൻ അവനും വധിക്കപ്പെട്ടുവോ? ഇല്ല, അവനൊന്നും സംഭവിക്കില്ല. എന്റെ രക്ഷകനൊന്നും സംഭവിക്കില്ല. അവനെ ഞാൻ കണ്ടെത്തും. ആർത്തബാൻ യാത്ര തുടർന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ നീണ്ട യാത്ര. കാറ്റിനോടും കടലിനോടും മഴയോടും വെയിലിനോടും അദ്ദേഹം ചോദിച്ചു, എന്റെ രക്ഷകനെ കണ്ടുവോ? ദുർഘടമായ യാത്രയും ഉറക്കമൊഴിഞ്ഞ രാത്രികളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു. പലവിധ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടി. തളർന്നവശനായ ആർത്തബാൻ ഒടുവിൽ ജെറുസലേമിൽ എത്തിച്ചേർന്നു. അരുതേ,
എന്നെ അടിമയാക്കി വിൽക്കരുത്. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. മിണ്ടിപ്പോകരുത്. കടം വാങ്ങി തിരിച്ചു തന്നില്ലെങ്കിൽ ഇതായിരിക്കും ഗതി. നടക്ക്. സുഹൃത്തേ, ഒന്ന് നിൽക്കണേ. നിങ്ങൾക്ക് കടം വാങ്ങിയത് തിരിച്ചു കിട്ടിയാൽ പോരെ? ഇതാ, ഇത് വച്ചോളൂ. ഓ, ഇത് വിലയേറിയ പവിഴമുത്തല്ലേ? നന്ദി ഗുരു, നന്ദി. പിതാവേ, എന്റെ സമ്പത്തും ആരോഗ്യവും യൗവനവുമെല്ലാം നിനക്ക് നൽകാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല. കഴിഞ്ഞ 33 വർഷങ്ങളായി നിന്നെ തേടിയുള്ള ഈ ആർത്തബാന്റെ യാത്ര വ്യർത്ഥമാവുകയാണോ? ആർത്തബാൻ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. മനുഷ്യൻ ഈശ്വരനെ തേടിയുള്ള യാത്രയിലാണ്. നമുക്ക് മുൻപിലെത്തുന്ന രോഗികളിൽ, നിന്ദിതരിൽ, പീഡിതരിൽ ആ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയട്ടെ.